ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ. ദേവീ മഹാത്മ്യം ഉത്തമചരിതം അധ്യായം 5 ദേവീദൂത സംവാദം. ദേവീ മഹാത്മ്യത്തിലെ 1-2 അധ്യായങ്ങൾ പ്രഥമചരിതവും 3-4 അധ്യായങ്ങൾ മധ്യമചരിതവും 5 മുതലുള്ള അധ്യായങ്ങൾ ഉത്തമചരിതവുമാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സുമേധസ് മഹർഷി വീണ്ടും സുരഥ മഹാരാജാവിൻ്റെ അടുത്ത് കഥ പറഞ്ഞ് തുടങ്ങുകയാണ്. സുമേധസ് മഹർഷി പറയുകയാണ്, മുൻപ് പൂർവകൽപ്പത്തിൽ ശുംഭനെന്നും നിശുംഭനെന്നും പേരുള്ള അസുരന്മാരാൽ അവരുടെ ആ ഒരു ശക്തിയിലുള്ള അഹങ്കാരം, ബലം, ഇതിനെയൊക്കെ ആശ്രയിച്ച് ഇതുകൊണ്ടുണ്ടായ ആ ഒരു അഹങ്കാരാധിക്യത്താൽ ഇന്ദ്രൻ്റെ അധീനതയിലായിരുന്ന 3 ലോകങ്ങളും ഒപ്പം എല്ലാ ദേവന്മാർക്കും ഭൂമിയിൽ നിന്ന് കൊടുക്കപ്പെടുന്ന യജ്ഞങ്ങളുടെ ഭാഗവും ഒക്കെ തന്നെ ഈ അസുരന്മാരാൽ അപഹരിക്കപ്പെട്ടു. പണ്ട് ശുംഭൻ നിശുംഭൻ എന്ന അസുരന്മാർ, അവർക്ക് ഈ ഒരു അഹങ്കാരം ഉണ്ടാകാൻ കാരണം ബ്രഹ്മാവിൽ നിന്ന് ലഭിച്ച വരമാണ്. 3 ലോകങ്ങളെയും ജയിക്കണം എന്ന ആഗ്രഹത്തോടു കൂടെ തന്നെ, എന്നാൽ അതിനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ നിരാഹാരന്മാരായിട്ട് ഒപ്പം തപസ് ചെയ്യുമ്പോൾ അസുരന്മാരായാലും ശരി ജിതേന്ദ്രിയന്മാരായിരിക്കണം. അങ്ങനെ പുഷ്കര ദീപത്തിൽ 10,000 ദിവ്യവർഷമാണ് ഈ ശുംഭൻ നിശുംഭൻ തുടങ്ങിയ അസുരന്മാർ തപസ് ചെയ്തത്. അങ്ങനെ ബ്രഹ്മാവ് പ്രത്യക്ഷമായിട്ട് അവർ ചോദിച്ച വരങ്ങളെ മുഴുവൻ ദാനം ചെയ്തു. എല്ലാം കൊണ്ടും അഹങ്കാര ഉന്മത്തരായിട്ടുള്ള ആ ശുംഭനിശുംഭന്മാർ മുൻപ് പറഞ്ഞതുപോലെ തന്നെ എല്ലാ അസുരന്മാരും ചെയ്തതുപോലെ ദേവന്മാരെ മുഴുവൻ ദേവലോകത്ത് നിന്ന് നിഷ്കാസിതരാക്കി. ദേവന്മാർക്ക് ലഭിക്കേണ്ട ആ യജ്ഞഭാഗത്തെ മുഴുവൻ അവർ അപഹരിച്ചെടുക്കുകയും ചെയ്തു. ഇനി പറയുന്നു, ഇന്ദ്രൻ്റെ മാത്രമല്ല ആ 2 പേര്, അതായത് ശുംഭനിശുംഭന്മാർ, അവരാകട്ടെ സൂര്യൻ്റെ അധികാരത്തെയും അതുപോലെ ചന്ദ്രനെ സംബന്ധിച്ചത് ആ ചന്ദ്രൻ്റെ അധികാരത്തെയും കുബേരൻ്റെ അധികാരത്തെയും യമൻ്റെ അധികാരത്തെയും മാത്രമല്ല വരുണൻ്റെ അധികാരത്തെയും ഇവർ നടത്തിപ്പോന്നു. ഈ 2 അസുരന്മാർ പിന്നീട് ഈ ദേവന്മാരുടെ എല്ലാ സ്ഥാനമാനങ്ങളും ഏറ്റെടുത്ത് നടത്തിപ്പോന്നു. ഇവർ തന്നെ പവനൻ്റെ അധികാരത്തെയും അഗ്നിദേവൻ ചെയ്യേണ്ടതിനെയും ഒക്കെ ഈ അസുരന്മാർ ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ദേവന്മാർക്ക് യാതൊരു വിധത്തിലുള്ള അധികാരവും ഇല്ലാതായതിനാൽ എല്ലാ വിധത്തിലും പരാജയപ്പെട്ട് അവരുടെ ലോകങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ ദേവന്മാരെ ദേവലോകത്ത് നിന്നും പൂർണ്ണമായും നിഷ്കാസനം ചെയ്തു. ആ മഹാസുരന്മാരാൽ അധികാരം കവർന്നെടുക്കപ്പെട്ടതിനാൽ എല്ലാ തരത്തിലും നിഷ്കാസിതരായ എല്ലാ ദേവന്മാരും ഇവിടെ അവർ പരാജയപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, ഇപ്പോഴുണ്ടായ ഈ പ്രതിസന്ധിക്ക് സ്വയം ഒരു പരിഹാരം കാണാൻ അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ മുൻപ് പ്രാർത്ഥിച്ചിരുന്നു ദേവന്മാർ, ഞങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കാത്ത ആപത്ത് ഘട്ടങ്ങളിൽ ദേവി അങ്ങ് ഞങ്ങളുടെ മുന്നിൽ അവതരിച്ച് ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് തരണം എന്ന് പ്രാർത്ഥിച്ചിരുന്നു. കാരണം ദേവി ആരാലും പരാജയപ്പെടുത്താൻ സാധിക്കാത്തവളാണ്. അതുകൊണ്ട് അപരാജിതരായ ആ ദേവിയെ അവർ നന്നായിട്ട് സ്മരിച്ചു. ഇങ്ങനെ സ്മരിക്കാനുള്ള ആ ഒരു ധൈര്യം തന്നെ ദേവി മുൻപ് തന്ന ഒരു വരമായിരുന്നു. ആപത്ത് ഘട്ടങ്ങളിൽ സ്മരിച്ചാൽ ഉടനെ തന്നെ നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള എത്ര വലിയ ആപത്തുകളെയും ഏത് വലിയ പ്രതിസന്ധിയെയും ഞാൻ നശിപ്പിച്ചു തരും എന്ന് ഇപ്രകാരം ആ ദേവിയാൽ നമുക്ക് വരം തന്നിട്ടുണ്ടല്ലോ. ഇവിടെ ദേവലോകത്തിൽ നിന്ന് ഇവർ നിഷ്കാസിതരായി. അങ്ങനെ അവർ ഭൂമിയിൽ വന്നിട്ട് ആ ദേവി പറഞ്ഞ വരത്തെക്കുറിച്ച് ഓർത്ത് എല്ലാ ദേവന്മാരും അങ്ങനെ പ്രാർത്ഥിച്ചു. പർവ്വതേശ്വരനായ ഹിമവത് പാർശ്വത്തിലേക്ക് അവർ അവിടെ ചെന്നു. അവിടെ എത്തിയിട്ട് അവിടെ സർവത്ര നിറഞ്ഞിരുന്ന ആ പരമാത്മാവിൻ്റെ മായാശക്തിയായ ദേവിയെ ഭക്തിയോടെ സ്തുതിച്ചു. ഇനി അങ്ങോട്ട് ദേവന്മാർ സ്തുതിച്ച സ്തുതിയെയാണ് ദേവീ സൂക്തം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ആ സ്തുതിയാണ് പറയുന്നത്. ദേവന്മാർ പ്രാർത്ഥിക്കുകയാണ്.
ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. മഹാദേവൻ്റെ പത്നിയായ മംഗളസ്വരൂപിക്കായിക്കൊണ്ട് എല്ലായ്പ്പോഴും നമസ്കാരം. ഈ പ്രകൃതി സ്വരൂപിണി തന്നെ മായയായിരിക്കുന്ന സർവമംഗളകാരിയായിട്ടുള്ള ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. രുദ്രൻ്റെ ശക്തിസ്വരൂപിണിയായിട്ടുള്ള ദേവി നിത്യമാണ്. ദേവി ഒരിക്കലും ജനിച്ചിട്ടുമില്ല, അതുകൊണ്ട് തന്നെ നാശവുമില്ല. അങ്ങനെ നിത്യസ്വരൂപിണിയായിട്ടുള്ള ഈ ജഗത്തിനെ പരിപാലിക്കുന്ന ഗൗരവർണ്ണത്തോടുകൂടിയ ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. നിലാവ്, ചന്ദ്രൻ്റെ നിലാവ് ആ ദേവിയാണ്. ഇനി ആ ചന്ദ്രൻ്റെ ശക്തി സ്വരൂപിണിയും ദേവി തന്നെയാണ്. ഭക്തജനങ്ങൾക്ക് സുഖത്തെ കൊടുക്കുന്ന ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. മംഗളത്തെ ചെയ്യുന്ന, നമസ്കരിക്കുന്നവർക്ക് എല്ലാവിധത്തിലുമുള്ള സമൃദ്ധിയെയും കൊടുക്കുന്ന അഷ്ടസിദ്ധി സ്വരൂപിണിയായിട്ടുള്ള, ഏത് രൂപത്തിലേക്കും മാറാൻ സാധിക്കുന്ന അഷ്ടൈശ്വര്യ സിദ്ധിയായിരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ കൂർമാവതാരത്തിൽ ആ അവതാരത്തിന് ശക്തി കൊടുത്തവളായ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. രാക്ഷസന്മാരുടെ അധിപനായിട്ടുള്ള നിർദ്ദിദേവത, ആ ദേവന് ശക്തി കൊടുക്കുന്നവൾ, ഭൂമിയെ ഭരിക്കുന്ന രാജാക്കന്മാരുടെ ആ രാജലക്ഷ്മിയായിട്ടിരിക്കുന്ന ദേവിക്ക്. സംഹാര സ്വരൂപിണിയായ ശിവൻ്റെ പത്നിക്കായിക്കൊണ്ട് നമസ്കാരം. ദേവി അത്ര പെട്ടെന്നൊന്നും ദേവിയോടടുക്കാൻ സാധ്യമല്ല. ചിത്തത്തിൻ്റെ നൈർമല്യം അത്യന്താപേക്ഷിതമാണ്. ദുഃഖേന പ്രാപിക്കാൻ കഴിയുന്നവൾ എന്ന അർത്ഥത്തിലാണ് ദുർഗാദേവി. ഈ സംസാര സാഗരത്തിൽ നിന്ന് കരകയറുന്ന ഈ പ്രപഞ്ചത്തിന് ബലമായിട്ടിരിക്കുന്നവൾ, എല്ലാ വസ്തുക്കളെയും നിർമ്മിച്ചവൾ, അതിനെ സൃഷ്ടിച്ചവൾ, കീർത്തി രൂപത്തിലിരിക്കുന്നവൾ. അതുപോലെ തന്നെ ചിലരുടെ കണ്ണിൽ ദേവി കറുപ്പാണ്, എന്നാൽ ചിലരുടെ കണ്ണിൽ ദേവി ചുവപ്പാണ്. ഇങ്ങനെയിരിക്കുന്ന ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. ഏറ്റവും സൗമ്യമായ രൂപത്തെ സ്വീകരിച്ചാലും എന്നാൽ അസുരന്മാരെ നശിപ്പിക്കുന്ന സമയത്ത് അതിരൗദ്രഭാവത്തെ ധരിക്കുന്നവളും സ്വീകരിക്കുന്നവളും ആയ ആ ദേവിക്കായിക്കൊണ്ട് ഞങ്ങളുടെ നമസ്കാരം. ആ വിഷ്ണുമായയ്ക്കായിക്കൊണ്ട് അനേകം നമസ്കാരം. ഈ ജഗത്ത് ദേവിയുടെ ബോധമാകുന്ന ശക്തി രൂപേണയാണ് ഈ ലോകത്ത് ദേവി പ്രതിഷ്ഠയായിരിക്കുന്നത്. ഈ ജഗത്തിൻ്റെ സ്പന്ദനമാണ് ദേവി. അങ്ങനെയുള്ള ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. ഈ ജഗത്തിൻ്റെ പ്രകാശ സ്വരൂപമായിരിക്കുന്ന എല്ലാ കർമ്മങ്ങളും ചെയ്യിക്കുന്ന ക്രിയാശക്തിയായിരിക്കുന്ന ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. യാതൊരു ദേവിയാണോ എല്ലാ ജീവജാലങ്ങളിലും മൂലവിദ്യയായിരിക്കുന്നത്? വിഷ്ണു എന്ന പദത്തിനർത്ഥം സർവത്ര വ്യാപിച്ചിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ജീവജാലങ്ങളുടെ ശരീരം ആസകലം വ്യാപിച്ചുകൊണ്ട് അവരെ ചലിപ്പിക്കുന്നവൾ, ആ മൂലവിദ്യ എന്ന് ഏതൊരു ദേവിയെയാണോ പറയപ്പെടുന്നത്, അങ്ങനെയിരിക്കുന്ന ആ ദേവിക്കായിക്കൊണ്ട് അനേകം നമസ്കാരം. എല്ലാ ജീവജാലങ്ങളിലും ജീവനാഡിയായിട്ടിരിക്കുന്ന ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. എല്ലാ ജീവജാലങ്ങളിലും ബുദ്ധിയായിട്ട് ജനന സമയം മുതൽ അങ്ങോട്ട് ഏത് ജീവിയിലുമായിക്കോട്ടെ അവരുടെ ഉള്ളിലിരുന്ന് അവയെ പ്രചോദിപ്പിക്കുന്ന, എന്ത് ചെയ്യണമെന്ന് പ്രചോദിപ്പിക്കുന്ന ബുദ്ധിയായിട്ടിരിക്കുന്ന ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. നമ്മൾ ദേവിയോട് കൂടുതൽ അടുത്താൽ ഈ ഒരു പ്രചോദനാത്മകമായ ബുദ്ധി നമ്മെ വഴികാട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ദേവിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ബുദ്ധിക്ക് ഒരു തടസ്സം വരികയില്ല. എന്ത് ചെയ്യണമെന്ന് അപ്പോൾ ദേവി തോന്നിപ്പിക്കുക തന്നെ ചെയ്യും. എല്ലാ ജീവജാലങ്ങളിലും നിദ്രയായിട്ട് ഉറക്കമായിട്ടിരിക്കുന്നത് ദേവിയാണ്. നമ്മൾ എപ്പോൾ ഉറങ്ങണം, എപ്പോൾ ഉണരണം എന്ന് നിശ്ചയിക്കുന്ന ആ നിദ്രാശക്തിയായിട്ടിരിക്കുന്നതും ദേവി തന്നെയാണ്. ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. വിശപ്പ്, നല്ല വിശപ്പ് ഉണ്ടാകണം, എന്നാലേ ഭക്ഷണം കഴിക്കാൻ സാധിക്കുകയുള്ളൂ. കഴിച്ച ഭക്ഷണത്തെ യഥാവിധി അത് ദഹിപ്പിക്കണം. ഇങ്ങനെ ഉള്ളിൽ ജഠരാഗ്നിയെ ജ്വലിപ്പിച്ചുകൊണ്ട് കൃത്യസമയത്ത് വിശപ്പിനെ ഉണ്ടാക്കുന്ന ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. ആ പരമാത്മാവിൻ്റെ നിഴൽ രൂപമാണ് ജീവാത്മാവ്. ഇങ്ങനെ ജീവാത്മ സ്വരൂപത്തിലിരിക്കുന്ന ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. നമ്മുടെ ഉള്ളിലെ സാമർഥ്യം, ഉത്സാഹം, ഇങ്ങനെയെല്ലാം ഏത് കാര്യവും ചെയ്യാനുള്ള ഒരു ശക്തി, ഒരു ഊർജം നമുക്ക് വേണം. അത് ദേവിയാണ്. ആ ശക്തിയായിട്ടിരിക്കുന്ന ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. തൻ്റേതല്ലാത്തതിനെയൊക്കെ തനിക്ക് സ്വന്തമാക്കണമെന്ന ആഗ്രഹം, അതും ആ അവിദ്യാസ്വരൂപിണിയായ ദേവി തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിദ്യാസ്വരൂപിണിയായിട്ടിരിക്കുന്ന ആ ദേവിയിൽ നിന്ന് വിദ്യാസ്വരൂപിണിയായ ദേവിയിലേക്ക് മാറേണ്ടതും നമ്മുടെ ഉള്ളിലെ ആ ചൈതന്യം തന്നെയാണ് അത് നിശ്ചയിക്കുന്നത്. അപ്പോൾ ആത്മജ്ഞാനത്തിനുള്ള ആഗ്രഹം ഉണ്ടാകുമ്പോൾ അവിദ്യാസ്വരൂപിണി തന്നെ നമ്മെ വിദ്യയിലേക്ക് നയിച്ചുകൊള്ളും. അതുകൊണ്ട് വേണ്ടാത്ത ചിന്തകളെ നമ്മുടെ ഉള്ളിൽ നിന്ന് കളയണമെങ്കിൽ ആ ദേവിയിൽ ശരണാഗതി അടയണം. ഇനി ഒരു സദ്ഗുണത്തെ പറയുകയാണ്, ക്ഷമ.
ക്ഷമരൂപത്തിൽ നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നതും ആ ദേവി തന്നെയാണ്. ഇങ്ങനെ ക്ഷമാരൂപത്തിലിരിക്കുന്ന ആ ദേവിയെ നമ്മൾ പ്രസാദിപ്പിച്ചാൽ നമുക്കും ആ ഒരു സദ്ഗുണത്തെ ഉണ്ടാകുന്നതാണ്. അങ്ങനെയുള്ള ആ ദേവിക്കായി കൊണ്ട് നമസ്കാരം. മനുഷ്യജാതി, മൃഗജാതി, ഇങ്ങനെ പ്രത്യേകം ജാതിയായിട്ട് കോഴിക്ക് കോഴിക്കുഞ്ഞ്, കാക്കയ്ക്ക് കാക്കക്കുഞ്ഞ്, മനുഷ്യന് മനുഷ്യക്കുഞ്ഞ്, നായ്ക്ക് നായ്ക്കുഞ്ഞ് തന്നെ ഇങ്ങനെ ജനിക്കും. ഇങ്ങനെ വേർതിരിക്കുന്ന ആ ശക്തി അത് ദേവി തന്നെയാണ്. അങ്ങനെ ആ ശക്തി ജാതി രൂപേണ സ്ഥിതി ചെയ്യുന്ന ആ ദേവിക്കായി കൊണ്ട് നമസ്കാരം. തെറ്റ് ചെയ്യാതിരിക്കാനുള്ള ആ ഒരു വിവേക ബുദ്ധി, അതാണ് ലജ്ജ. അങ്ങനെ ലജ്ജാരൂപിണിയായിട്ടിരിക്കുന്നതും ദേവി തന്നെയാണ്. അങ്ങനെയുള്ള ദേവിക്കായി കൊണ്ട് നമസ്കാരം. എല്ലാത്തിനും ഒരു തൃപ്തി ഉണ്ടാവുക. കാമക്രോധ മോഹങ്ങളെ ജയിച്ചിരിക്കുന്ന ഈ ഒരാൾക്ക് മാത്രമേ ആ തൃപ്തി, ആത്മശാന്തി ഉണ്ടാവുകയുള്ളൂ. ആ ശാന്തി രൂപേണ സ്ഥിതി ചെയ്യുന്ന ആ ദേവിക്കായി കൊണ്ട് നമസ്കാരം. ശ്രദ്ധ എന്നാൽ നമ്മുടെ പുരാണ ഇതിഹാസങ്ങളും ഋഷിമാരും ഒക്കെ പറഞ്ഞ വാക്കുകളിലുള്ള ദൃഢമായ വിശ്വാസമാണ് ശ്രദ്ധ. ആ ശ്രദ്ധാരൂപിണിയായിട്ടിരിക്കുന്നതും ദേവിയാണ്. ആ ദേവിയെ ആശ്രയിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഇത്തരം കാര്യങ്ങളിലുള്ള ആ ഒരു ആഗ്രഹം അറിയാനുള്ള ആഗ്രഹമുണ്ടാകും. ദേവിയോടടുക്കുന്നവരിൽ, ഭക്തിയുള്ളവരിൽ ആ ഒരു തേജസ് കാണാം, ആ ഒരു മുഖപ്രസാദം, ആ ഒരു കാന്തിയായിട്ടിരിക്കുന്നതും ദേവി തന്നെയാണ്. അങ്ങനെയുള്ള ദേവിക്കായി കൊണ്ട് നമസ്കാരം. ഐശ്വര്യമായിട്ടിരിക്കുന്ന ദേവി, ഉള്ളിൽ നിറയുന്ന ആത്മസംതൃപ്തിയാണ് ഐശ്വര്യം. മനസ്സിൻ്റെ വിശാലതയാണ് ഐശ്വര്യം. ഇങ്ങനെയൊക്കെയുള്ള ലക്ഷ്മി സ്വരൂപിണിയായിട്ട് സ്ഥിതി ചെയ്യുന്ന ആ ദേവിക്കായി കൊണ്ട് നമസ്കാരം. ഓരോ മനുഷ്യനും ഓരോ ജീവന ഉപാധിയാണ്. നമുക്ക് ഈ ലോകത്തിൽ ജീവിച്ചു പോകാനുള്ള നിത്യവൃത്തിക്കായിട്ട് എന്തെങ്കിലും ഒരു ജോലിയിൽ ഏർപ്പെടേണ്ടതുണ്ട്. ആ ജീവന ഉപായമായിട്ടിരിക്കുന്നതും ദേവി തന്നെയാണ്. അപ്പോൾ ദേവിയുടെ അനുഗ്രഹത്താലാണ് ഓരോരുത്തർക്കും അർഹിക്കുന്ന ജീവനോപായം ലഭിക്കുന്നത്. അനുഭവിച്ച കാര്യത്തെക്കുറിച്ച് പിന്നീടുള്ള ഓർമ്മയാണ് സ്മൃതി. അത് നഷ്ടപ്പെട്ടാൽ അതൊരു അസുഖമാണ്. അപ്പോൾ ആ സ്മൃതി അതത്രത്തോളം പ്രാധാന്യമുള്ളതാണ്. ആ സ്മൃതി രൂപേണ സ്ഥിതി ചെയ്യുന്ന ദേവിക്കായി കൊണ്ട് നമസ്കാരം. സഹജീവികളോടുള്ള ദയ, ആത്മീയത എന്ന് പറയുന്നത്, ഈ സ്നേഹവും ദയയും എല്ലാം ദേവി തന്നെയാണ്. എല്ലാവരോടുമുള്ള ദയ അത് ദേവി തന്നെയാണ്. ആ ദയാരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിക്കായി കൊണ്ട് നമസ്കാരം. സന്തോഷം, സംതൃപ്തി. ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ള ഒരാൾക്ക് ഒരിക്കലും ഒരു സംതൃപ്തി ഉണ്ടായിരിക്കുകയില്ല. പരിമിതമായ ആഗ്രഹങ്ങൾ വെച്ചിട്ട് ആ ആഗ്രഹവും സാധിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ സംതൃപ്തിയോടെ ജീവിക്കുക. ആ സംതൃപ്തി രൂപത്തിലിരിക്കുന്നതും ദേവി തന്നെയാണ്. എല്ലാ ജീവജാലങ്ങളിലുമുണ്ട് ആ ഒരു അമ്മ ഹൃദയം, മാതൃഹൃദയം. ഇങ്ങനെ മാതൃസ്വരൂപിണിയായി സ്ഥിതി ചെയ്യുന്ന ആ ദേവിക്കായി കൊണ്ട് നമസ്കാരം. ആ മായയിലുള്ള ഭ്രമം അത് അവിദ്യാസ്വരൂപിണിയായ ദേവിയാണ്. ഈ ആഗ്രഹം ഒരാളിൽ കൂടുതൽ ഉണ്ടാക്കുന്നതും ദേവി തന്നെയാണ്. അങ്ങനെ മായയിൽ ചുറ്റിത്തിരിയാൻ ഇടയാക്കുന്നതും ദേവി തന്നെയാണ്. ആ ദേവിക്കായി കൊണ്ട് നമസ്കാരം. ഏതൊരു ദേവിയാണോ എല്ലാ ജീവജാലങ്ങളിലും കർമ്മേന്ദ്രിയങ്ങൾക്കും ജ്ഞാനേന്ദ്രിയങ്ങൾക്കും ഒക്കെ ഒപ്പം പഞ്ചഭൂതങ്ങൾക്കും അതിനൊക്കെ അധിഷ്ഠാന ദേവതയായിരിക്കുന്നത്, അങ്ങനെ ശരീരമാസകലം വ്യാപിച്ചിരിക്കുന്ന ആ ദേവിക്കായി കൊണ്ട് എല്ലായ്പ്പോഴും നമസ്കാരം. യാതൊരു ദേവിയാണോ ജീവചൈതന്യ രൂപമായിട്ട് ഈ ജഗത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത്, അങ്ങനെ സ്ഥിതി ചെയ്യുന്ന ആ ദേവിക്കായി കൊണ്ട് അനേകം നമസ്കാരം. പണ്ട് ഓരോരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടവളായിട്ട് അപ്രകാരം ദേവേന്ദ്രനാൽ തൻ്റെ ഇഷ്ടകാര്യ സാധ്യത്തിനായിക്കൊണ്ട് എല്ലാ ദിവസവും സേവിക്കപ്പെടുന്നവളായിരിക്കുന്ന എല്ലാ മംഗളങ്ങൾക്കും കാരണഭൂതയായിട്ടിരിക്കുന്ന ദേവി ഞങ്ങൾക്ക് മംഗളങ്ങളെയും സുഖത്തെയും ചെയ്തു തരട്ടെ, എല്ലാ ആപത്തുകളെയും നശിപ്പിക്കട്ടെ. എല്ലാത്തിനും ഈശ്വരിയായിരിക്കുന്ന ഒരു ദേവിയുണ്ടോ? ആ ദേവി ഇപ്പോഴും അഹങ്കാരികളായ ദൈത്യന്മാരാൽ സങ്കടപ്പെടുന്ന ദുഃഖത്തെ തരുന്ന ദേവന്മാരായ ഞങ്ങളാൽ എല്ലായ്പ്പോഴും ആ അസുരന്മാരാൽ പീഡിപ്പിക്കപ്പെടുന്ന ഞങ്ങളാൽ നമസ്കരിക്കപ്പെടുന്നുവോ? യാതൊരു ദേവി ഭക്തി നിമിത്തം വിശേഷേണ നമിക്കപ്പെടുന്ന ഭക്തി നിറയുമ്പോൾ അറിയാതെ കുനിഞ്ഞു പോകും. അങ്ങനെ നമസ്കരിക്കുന്ന ശിരസോടുകൂടിയ ഞങ്ങളാൽ സ്മരിക്കപ്പെട്ടവളായിട്ട് ആ നിമിഷം തന്നെ ഞങ്ങളുടെ ആ സർവ്വ ആപത്തുകളെയും ദേവി നശിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ ദേവിയെയാണ് ഞങ്ങളിപ്പോഴും സ്മരിക്കുന്നത്. ആ ദേവിയെ ഞങ്ങളിതാ നമസ്കരിക്കുന്നു. ഇതാണ് ദേവന്മാരുടെ പ്രാർത്ഥന. ഇതാണ് ദേവീ സൂക്തം എന്ന പേരിൽ അറിയപ്പെടുന്നത്.
ഇനി സുമേധസ് മഹർഷി പറയുകയാണ് സുരത മഹാരാജാവിനോട്, അല്ലയോ സുരത മഹാരാജാവേ, ഇവരുടെ ഈ ഒരു പ്രാർത്ഥന കേട്ടിട്ട് പാർവതീദേവി അവിടെ ആ ഹിമവാന്റെ പർവ്വതത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ സ്തോത്രാദികൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദേവന്മാരുടെ മുൻപിൽ ഗംഗാജലത്തിൽ കുളിക്കുവാനായിട്ട് വന്നു. ദേവന്മാരുടെ മുമ്പിലൂടെയാണ് ഗംഗാജലത്തിൽ സ്നാനം ചെയ്യാനായിട്ട് ദേവി പോകുന്നത്. ആ പോകുന്ന വഴിയിൽ ദേവന്മാർ അവിടെ സ്തുതിക്കുന്നത് കണ്ടിട്ട് പാർവതീദേവി ചോദിക്കുകയാണ്, സുന്ദരമായ പുരികക്കൊടിയോട് കൂടി ആ സുന്ദരീ ദേവിയെ, ആ ദേവി ദേവന്മാരോട് ചോദിക്കുകയാണ്, ഈ ഹിമവാനിൽ നിങ്ങളാൽ ആരാണ് ഇങ്ങനെ സ്തുതിക്കപ്പെടുന്നത്? അപ്പോൾ ദേവിക്ക് മനസ്സിലാകുന്നില്ല ഇവർ ആരെയാണ് സ്തുതിക്കുന്നത് എന്ന്. ഇങ്ങനെ ആരെയാണ് നിങ്ങൾ സ്തുതിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് പാർവതീദേവിയുടെ ശരീരകോശത്തിൽ നിന്ന് ഉടൻ ഒരു പുതിയ ദേവി പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ പ്രത്യക്ഷപ്പെട്ട ആ ദേവി മംഗളകാരിയായ ദേവിയാണ്. ആ മംഗളകാരിയായ ദേവിയാണ് ഇതിന് ഉത്തരം പറഞ്ഞത്. ഇവിടെ പാർവതീദേവി തന്നെയല്ല സ്തുതിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയാണ്. കാരണം ദേവന്മാർ സ്തുതിച്ചത് പാർവതീദേവിയുടെ കോശത്തിൽ നിന്നും ഉണ്ടായ ആ ദേവിയെയാണ്. എന്തുകൊണ്ടാണ് ആ ദേവിയെ സ്തുതിക്കപ്പെടാൻ കാരണം എന്ന് പറയുന്നു. അതിൻ്റെ കാരണം ബ്രഹ്മാവിൽ നിന്ന് ഈ ശുംഭനിശുംഭന്മാർ വരം വാങ്ങിയിരുന്നു. അതായത് ഞങ്ങളെ ഒരു പുരുഷനും വധിക്കരുത്, ഇനി ഒരു സ്ത്രീ വധിക്കുകയാണെങ്കിൽ തന്നെ ഇനി അവളെ ഒരു സ്ത്രീയിൽ നിന്ന് പ്രസവിച്ചതാവരുത്, മാത്രവുമല്ല ഒരു സ്ത്രീയുടെ അംഗകോശത്തിൽ നിന്ന് ഉത്ഭവിച്ചവളും ആയിരിക്കണം, കൂടെ പുരുഷസ്പർശം ഏൽക്കാതെ കന്യകയായിട്ടുള്ളവൾ. അങ്ങനെ ഒരു കന്യക, അതും അവളെ ഞങ്ങൾ ഇഷ്ടപ്പെടണം. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെയുള്ള ഒരു സ്ത്രീയാൽ മാത്രമേ ഞങ്ങൾ വധിക്കാൻ പാടുള്ളൂ എന്നൊരു വരം വാങ്ങിച്ചിരുന്നു. കന്യകയായിട്ടുള്ള ഒരു ദേവി പാർവതീദേവിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. പാർവതീദേവിയെ നോക്കി പണ്ട് പരമശിവൻ കാളി, കറുത്തവളെ എന്ന് വിളിച്ച് കളിയാക്കിയിരുന്നു. അത് കാരണം ദേവി നീലവർണ്ണമായി ഭവിച്ചു. എന്നാൽ പാർവതീദേവിക്ക് ഒരു സംശയമായി, തന്നിൽ പരമശിവന് ഒരു അപ്രീതിയുണ്ടോ താൻ കറുത്തവളായതുകൊണ്ട് എന്നൊരു ചിന്തയാൽ ദേവി ശിവനോട് കോപിച്ചു. എന്തിനെന്നെ ഇങ്ങനെ വിളിച്ചു? അതുകൊണ്ട് ഞാനിങ്ങനെ കറുത്തവളായി മാറിയത്. മഹാദേവൻ പല വിധത്തിലും പാർവതീദേവിയെ സമാധാനപ്പെടുത്തി നോക്കി. പക്ഷെ ദേവി തൻ്റെ നീല നിറത്തിലുള്ള ഈ കോശത്തെ കളയണം എന്ന തീവ്രമായ ആഗ്രഹത്താൽ ശിവനോട് തന്നെ ചോദിച്ചിട്ട് ഗൗതമ ആശ്രമത്തിൽ ചെന്ന് തപസ് ചെയ്തു. അങ്ങനെ പാർവതീദേവിയുടെ ശരീരത്തിലുണ്ടായ ആ കറുപ്പ് വർണ്ണം കൃഷ്ണവർണ്ണത്തെ, ആ കറുപ്പ് നിറത്തെ കളഞ്ഞിട്ട് പാർവതീദേവി ഗൗരവർണ്ണ ശരീരം, അതായത് വെളുത്ത നിറമായി. അങ്ങനെയാണ് ദേവിക്ക് ഗൗരി എന്ന പേര് കിട്ടിയത്. എന്നാൽ പാർവതീദേവി ഉപേക്ഷിച്ച ഈ ഒരു കോശം അത് ഒരു ശക്തി സ്വരൂപിണിയായിട്ട് അതിസുന്ദരിയായ ഒരു കന്യകാരൂപത്തിൽ ദേവിയോടുകൂടെ തന്നെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. കാരണം ഈ ദേവിക്കാണ് ശുംഭനിശുംഭന്മാരെ വധിക്കാനുള്ള നിയോഗം. എന്നാൽ അത് പാർവതീദേവി പോലും തിരിച്ചറിഞ്ഞിരുന്നില്ല. എന്നാൽ പാർവതീദേവിയോട് കൂടെ സഞ്ചരിച്ചിരുന്ന ആ കാളികാദേവി, ആ കറുത്ത നിറത്തിലുള്ള ആ ശക്തി അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ദേവന്മാർ എന്നെയാണ് സ്തുതിക്കുന്നത് എന്ന് മറുപടി പറയുന്നത്. ആ കാളികാദേവി ഉത്തരം പറയുകയാണ്, ആ ദേവാസുര യുദ്ധത്തിൽ ശുംഭനിശുംഭന്മാരാൽ പരാജയപ്പെട്ട ആ നിഷ്കാസിതരാക്കപ്പെട്ട എല്ലാ ദേവന്മാരാലും എന്നെ സ്തുതിച്ചുകൊണ്ടുള്ള ഈ സ്തോത്രം ചെയ്യപ്പെടുന്നു. സംശയിക്കേണ്ട, ഇവർ എന്നെ തന്നെയാണ് സ്തുതിച്ചത്. ഏതൊരു കാരണത്താൽ ആ പാർവതീദേവിയുടെ ശരീരകോശത്തിൽ നിന്ന് ഒരു ശക്തി സ്വരൂപിണി ദേവി നിർഗമിച്ചുവോ അത് ഹേതുവായിട്ട് കോശത്തിൽ നിന്ന് ജനിച്ചു എന്നതിനാൽ ഈ എല്ലാ ലോകങ്ങളിലും കൗശികി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ പുതുതായി ഉണ്ടായ ദേവി അറിയപ്പെടുന്നു കൗശികി എന്ന പേരിൽ. തന്നെയല്ല സ്തുതിച്ചത് എന്ന് മനസ്സിലായ പാർവതീദേവി അവിടെ നിന്ന് പോയി. കാരണം കന്യകയായിരുന്നില്ല പാർവതീദേവി, അതുകൊണ്ട് തന്നെയല്ല സ്തുതിച്ചത് എന്ന് മനസ്സിലായി. അങ്ങനെ പാർവതീദേവി അവിടെ നിന്നും പോയപ്പോഴാകട്ടെ പാർവതീദേവിയുടെ കോശത്തിൽ നിന്നും ഉത്ഭവിച്ച ആ ദേവി, ആ കാളിക എന്നു പേരോട് കൂടിയവളായ ദേവി ഹിമവാന്റെ പർവ്വതത്തിൽ വസിക്കുന്നവളായി ഭവിച്ചു. സ്ഥിരമായി ഹിമവാന്റെ പർവ്വതത്തിൽ കാളീദേവി വസിച്ചു. ഇങ്ങനെ ഹിമവാന്റെ ആ പ്രദേശങ്ങളിലാകെ ആ കാളികാദേവി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ശുംഭനിശുംഭന്മാരുടെ ഭൃത്യന്മാരായിട്ടുള്ള
ചണ്ഡമുണ്ടാസുരന്മാർ ഈ ദേവിയെ കാണുകയാണ്. അനന്തരം ഒരിക്കൽ ശുംഭനിശുംഭന്മാരുടെ സേവകന്മാരായിട്ടുള്ള ഈ ചണ്ഡമുണ്ടന്മാർ ഏറ്റവും അതിമനോഹരമായ രൂപത്തെ ധരിച്ചവളായ കൗശികീ ദേവിയെ ദർശിച്ചു. അതിസുന്ദരിയായിട്ടുള്ള ഈ ദേവി തങ്ങളുടെ യജമാനനായ രാജാവായിട്ടുള്ള ശുംഭനിശുംഭന്മാരുടെ പത്നിയാകണമെന്ന് അവർ ആഗ്രഹിച്ചു. അങ്ങനെ അവർ തങ്ങളുടെ രാജാവായിട്ടുള്ള ശുംഭനോട് പോയി പറയുകയാണ്, അല്ലയോ മഹാരാജാവേ, ഹിമാലയത്തെ മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ട് ഒരു സ്ത്രീ അവിടെ വസിക്കുന്നുണ്ടെന്ന്. അതീവ സുന്ദരിയായിട്ടുള്ള ആ കാളികാദേവിയെക്കുറിച്ച് ആ ചണ്ഡമുണ്ടാസുരന്മാർ ശുംഭനോട് പറയപ്പെടുകയും ചെയ്തു. അല്ലയോ അസുരശ്രേഷ്ഠ, ഒരിടത്തും ആരാലും അത്തരത്തിലുള്ള ഒരു ഉത്തമ രൂപം, അതിസുന്ദരമായിട്ടുള്ള രൂപം ഒരിക്കലും കണ്ടിട്ടുണ്ടാകുകയില്ല. ഇങ്ങനെ ഒരു സൗന്ദര്യ രത്നത്തെ ഈ ഒരു ദേവസ്ത്രീ, പ്രകാശം ചൊരിയുന്ന ആ ദേവസ്ത്രീ നിന്നാൽ അറിയപ്പെട്ടാലും, അതായത് അവൾ ആരെന്ന് ഭവാൻ അറിയണം. അറിഞ്ഞാൽ മാത്രം പോരാ, അങ്ങ് അവളെ വിവാഹം ചെയ്യണം. ഇത് ചണ്ഡമുണ്ടന്മാർ ശുംഭനോട് പറയുകയാണ്. അല്ലയോ അസുരശ്രേഷ്ഠ, ആ സ്ത്രീരത്നം, ആ സുന്ദരിയുടെ ഓരോരോ അവയവങ്ങളും അത്രയും സുന്ദരമായിട്ടുള്ള, ഇങ്ങനെ തൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന കാന്തി കൊണ്ട് ആ സ്ത്രീ നടക്കുന്ന ദിക്കുകൾ അങ്ങനെ മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. തീർച്ചയായും ഭവാൻ അവളെ ഒന്ന് കാണേണ്ടതാണ്. അങ്ങേക്ക് ചേർന്നവളാണ് അവൾ എന്ന് പറഞ്ഞു ചണ്ഡമുണ്ടാസുരന്മാർ. എന്തുകൊണ്ട് ഈ സ്ത്രീരത്നത്തെ അങ്ങ് വിവാഹം കഴിക്കണം എന്ന് പറയുന്നത്? കാരണം പ്രഭു, ഈ 3 ലോകത്തിലും എല്ലാ ഗണത്തിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അതിൽ തന്നെ പ്രധാനമായി പറയുകയാണ് ആന, കുതിര മുതലായ ഇങ്ങനെ ചിലതും, അതുപോലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള രത്നങ്ങളും ഉണ്ടോ? അതൊക്കെ ഇപ്പോൾ സ്വന്തമായി ഉള്ളത് അങ്ങയുടെ ഗ്രഹത്തിലാണ്. അങ്ങയുടെ ഗ്രഹത്തിൽ അതൊക്കെ ശോഭിക്കുന്നു എന്നത് പ്രസിദ്ധമാണല്ലോ. അതുകൊണ്ട് ആ സ്ത്രീരത്നവും അങ്ങയുടെ ഗ്രഹത്തെ പ്രകാശിപ്പിക്കേണ്ടതാണ്. ഇനി ഇവിടെ പറഞ്ഞ ആന, കുതിര, ഇനി ഇതൊക്കെ എന്താണെന്ന് പറയുന്നു. അങ്ങ് ഇന്ദ്രനിൽ നിന്ന് ഐരാവതമെന്ന ഗജശ്രേഷ്ഠനെ, അതുപോലെ ഈ കൽപ്പവൃക്ഷത്തെയും അപ്രകാരം തന്നെ ഉച്ചൈസ്രവസ് എന്ന കുതിരയെയും അങ്ങയാൽ ആനയിക്കപ്പെട്ടു. ഇതൊക്കെ ദേവലോകത്ത് നിന്നും കൊണ്ടുവരപ്പെട്ടതാണ്. ഇനി ബ്രഹ്മാവിന് അത്ഭുത ആശ്ചര്യത്തെ ജനിപ്പിക്കുന്ന ഒരു വിമാനമുണ്ടായിരുന്നുവോ? അതെങ്ങനെ ഉള്ളതായിരുന്നു? ഹംസത്തോടു കൂടിയതും ആ ഒരു ആകൃതിയിലുള്ളതും വിമാനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതുമായ ആ വിമാനം, അതും ഇവിടെ കൊണ്ടുവരപ്പെട്ടു. എന്നിട്ട് അങ്ങയുടെ കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് ഇപ്പോൾ ഇരിക്കുന്നു ആ വിമാനം. ആ ദേവന്മാരെയൊക്കെ അവിടെ നിന്ന് അടിച്ചോടിച്ചിട്ട് അവരുടെ ശ്രേഷ്ഠമായിട്ടുള്ളതെല്ലാം ആ അസുരന്മാർ കൈക്കലാക്കുകയാണ് ചെയ്തത്. ഇനി കുബേരനിൽ നിന്ന് ഈ ഒരു മഹാപത്മം എന്നു പേരായ നിധി കൊണ്ടുവരപ്പെട്ടു. മഹാപത്മം അത് കൊണ്ടുവരപ്പെട്ടു. ആ കുബേരനിൽ നിന്ന് ഒരു നിധി കുംഭം തന്നെ അങ്ങിവിടെ കൊണ്ടുവന്നില്ലേ? ഇനി സമുദ്രം അങ്ങേക്ക് തന്നത് ഒരുപാട് കേസരങ്ങളുള്ള അല്ലികളെ കൊണ്ട് ശോഭിക്കുന്ന, ഒരു തരത്തിലും വാടാത്ത താമര പൂക്കൾ കൊണ്ട് കൊരുത്ത മാലയെ, ഈ മാല സമുദ്രം അങ്ങേക്ക് തന്നതാണ്. അങ്ങയാലുള്ള പേടി കൊണ്ടാണത് തന്നത്. ഇനി വരുണൻ്റേതായിട്ടുള്ള സ്വർണം പെയ്യുന്നതോ എന്ന് തോന്നിപ്പിക്കുമാറ് അത്രയും തിളങ്ങുന്ന വെൺകുറ്റക്കുടയും, അതുപോലെ പണ്ട് പ്രജാപതിയായ ബ്രഹ്മാവിന് ഉണ്ടായിരുന്ന ആ രഥത്തെ കാണിച്ചിട്ട് പറയാണ്, ഈ ശ്രേഷ്ഠമായിട്ടുള്ള രഥവും ഇപ്പോൾ അങ്ങയുടെ ഗ്രഹത്തിലാണ് ഇരിക്കുന്നത്. അല്ലയോ സ്വാമി, കാലൻ്റെ മരണത്തെ ഉണ്ടാക്കുന്നത് എന്ന് പേരായ ശക്തി എന്ന ആ ആയുധം, അതും ഭവാനാൽ അപഹരിക്കപ്പെട്ടു. വരുണൻ്റെ പാശായുധം ഇപ്പോൾ അങ്ങയുടെ സഹോദരനായ നിശുംഭൻ്റെ ഗൃഹത്തിലാണിപ്പോൾ പരിലസിക്കുന്നത്. സമുദ്രത്തിൽ നിന്നുണ്ടായ എല്ലാ രത്നസമൂഹങ്ങളും നിശുംഭൻ്റെ ഗൃഹത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി അഗ്നിഭഗവാൻ അങ്ങേക്ക് അഗ്നിയിലിട്ടാൽ കൂടുതൽ നിർമ്മലമാകുന്ന വസ്ത്രങ്ങളെയും ദാനം ചെയ്തുവല്ലോ. ആ അഗ്നിശൗച വസ്ത്രം, അഗ്നിയിലിട്ടാൽ ജ്വലിക്കുന്ന ആ വസ്ത്രവും തന്നല്ലോ. ഇത്രയധികം വിശിഷ്ടമായ വസ്തുക്കൾ കൊണ്ട് അങ്ങയുടെയും സഹോദരൻ്റെയും കൊട്ടാരം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ അസുരശ്രേഷ്ഠ, ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ 3 ലോകങ്ങളിലുമുള്ള എല്ലാറ്റിനും ശ്രേഷ്ഠമായിട്ടുള്ളതൊക്കെ അങ്ങായിട്ട് അതൊക്കെ ബലാത്കാരേണ അപഹരിച്ചു. അപ്പോൾ പിന്നെ ഈ മംഗളകാരിയായിട്ടുള്ള ഈ സ്ത്രീരത്നത്തെ
അങ്ങയാൽ എന്താണ് കൊണ്ടുവരാത്തത്? ആ സ്ത്രീരത്നവും കൂടെ ഈ കൊട്ടാരത്തിലുണ്ടെങ്കിൽ പൂർണ്ണമായി 3 ലോകങ്ങളിലെ മുഴുവൻ വസ്തുക്കളും അങ്ങയുടെ കൊട്ടാരത്തിലെത്തിയിരിക്കും. കാരണം ഇനി അങ്ങയുടെ ഈ കൊട്ടാരത്തിലിരിക്കാനായി ഈ 3 ലോകങ്ങളിലും ഒന്നും തന്നെ ബാക്കിയില്ല. ശ്രേഷ്ഠമായിട്ടുള്ളതെല്ലാം അങ്ങും സഹോദരനും സ്വന്തമാക്കിയില്ലേ? സുമേധസ് മഹർഷി പറയുകയാണ്, ആ ശുംഭാസുരൻ ഇതൊക്കെ കേട്ടപ്പോൾ അപ്പോൾ തന്നെ ആ ചണ്ഡമുണ്ടാസുരന്മാരുടെ വാക്കിനെ ഇപ്രകാരം കേട്ടിട്ട് മഹാസുരനായ സുഗ്രീവൻ എന്നു പേരുള്ള ഒരു ദൂതനെ ദേവിയുടെ അടുത്തേക്ക് അയച്ചു. ശുംഭൻ എന്താണ് പറഞ്ഞു വിട്ടത് എന്ന് പറയുന്നു. ശുംഭൻ ഇപ്രകാരമാണ് പറഞ്ഞു വിട്ടത്: ഞാനിപ്പോൾ നിന്നോട് പറയുകയാണ്, എൻ്റെ വാക്ക് കേട്ടിട്ട് അവിടെ ചെന്നിട്ട്, അതായത് ശുംഭൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്, ഇങ്ങനെ അവളോട് നീ പറയണം. മാത്രമല്ല ഇവിടെ ശുംഭനെക്കുറിച്ച് നന്നായിട്ട് വർണ്ണിക്കണം. അത് കേൾക്കുമ്പോൾ തന്നെ സുഗ്രീവൻ്റെ വർണ്ണന കേട്ടിട്ട് ചണ്ഡമുണ്ടാസുരന്മാർ ശുംഭനെ വർണ്ണിച്ച പോലെ വർണ്ണിച്ച് ദേവിക്ക് ഉടനെ ഇങ്ങോട്ട് വരാൻ തോന്നണം. നിന്റെ വാക്ക് കേട്ട് അവൾ അങ്ങോട്ട് മയങ്ങണം. അങ്ങനെ വളരെ അനാസേനയായിട്ട് അവൾ വരുമോ? അപ്രകാരം നിന്നാൽ ചെയ്യണം. അങ്ങനെ ശുംഭൻ സുഗ്രീവനെ പറഞ്ഞയച്ചു. എവിടെയാണോ അതിശോഭനമായ മനോഹരമായ ആ പർവ്വത പ്രവേശത്താൽ ആ കൗശികീദേവി ഇരിക്കുന്നത്, ആ സുഗ്രീവൻ എന്ന ദൂതൻ അവിടെ ചെന്നിട്ട് അനന്തരം ദേവിയോട് വളരെ നയത്തിൽ സാമർത്ഥ്യത്തോടുകൂടെ മാധുര്യത്തോടു കൂടിയ വാക്കുകൾ കൊണ്ട് ഇപ്രകാരം പറഞ്ഞു. കൗശികീ ദേവിയോട് സംസാരിക്കാനായിട്ട് സുഗ്രീവൻ എന്ന ദൂതൻ ഇപ്രകാരം പറയുകയാണ്: അല്ലയോ ദേവി. എന്നിട്ട് ശുംഭനെ കുറിച്ച് പറയുകയാണ്. ഈ 3 ലോകത്തിലും ഇപ്പോൾ പരമേശ്വരനായിട്ടിരിക്കുന്ന, എല്ലാറ്റിൻ്റെയും അധിപതിയായിട്ടിരിക്കുന്ന, ദൈത്യന്മാരിൽ ശ്രേഷ്ഠനായിരിക്കുന്ന അങ്ങനെ ശുംഭൻ എന്ന് പേരായ ഒരു അസുരൻ ഉണ്ട്. ഈ ഞാൻ അവനാൽ അയക്കപ്പെട്ട ദൂതൻ ആകുന്നു. ഇങ്ങനെയുള്ള ഈ ഞാൻ ഇവിടെ ഇപ്പോൾ നിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. നോക്കൂ, അത് നിൻ്റെ ഭാഗ്യമാണ്. ഏതൊരു ശുംഭാസുരനാണോ സദാ എല്ലായ്പ്പോഴും എല്ലാ ദേവന്മാർക്കും അവൻ്റെ ആജ്ഞ തടുക്കപ്പെടാൻ പാടില്ലാതായിരിക്കുന്നത്, അത്രയും ഉഗ്രശാസനയോടു കൂടിയവനാണ്. എല്ലാ ദേവന്മാരെയും ഇവനാൽ നിശേഷം ജയിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആ ശുംഭൻ ഏതൊരു ശുംഭാസുരനാണോ സദാ എല്ലായ്പ്പോഴും എല്ലാ ദേവന്മാർക്കും അവൻ്റെ ആജ്ഞ തടുക്കപ്പെടാൻ പാടില്ലാതായിരിക്കുന്നത്, അത്രയും ഉഗ്രശാസനയോടു കൂടിയാണ് എല്ലാ ദേവന്മാരെയും ഇവനാൽ നിശേഷം ജയിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ശുംഭൻ എന്താണോ എന്നോട് പറഞ്ഞു വിട്ടത്, ആ വാക്കിനെ കേട്ടാലും. ഇനി ശുംഭൻ അയച്ച ആ ദൂതിനെ കുറിച്ചാണ് പറയുന്നത്. ശുംഭൻ്റെ വാക്കുകളായിട്ട് 3 ലോകവും മുഴുവനായിട്ട് ഇപ്പോൾ എൻ്റെയാകുന്നു. എല്ലാ ദേവന്മാരും എൻ്റെ ചൊൽപ്പടിക്കുള്ളിലായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സാധാരണ യജ്ഞഭാഗത്തെ ഭുജിക്കുന്നത് ദേവന്മാരാണ്. എന്നാൽ ഇപ്പോൾ അവർക്ക് പകരം ഞാൻ ശുംഭൻ പറയുന്നു, ഭൂമിയിൽ ചെയ്യുന്ന എല്ലാ യജ്ഞങ്ങളുടെയും ആ പ്രസാദ യജ്ഞഭാഗത്തെ ഓരോ ദേവനുള്ളതും ഞാൻ പ്രത്യേകം കഴിക്കുന്നു. എല്ലാ ദേവന്മാർക്കുള്ളതും ഇപ്പോൾ ഞാനാണ് കഴിക്കുന്നത്. ഇനി തൻ്റെ ആ ശ്രേഷ്ഠത ഒന്നുകൂടെ വെളിപ്പെടുത്താൻ വേണ്ടി പറയുകയാണ്. ഈ 3 ലോകത്തിലും ശ്രേഷ്ഠമായിട്ടുള്ളതൊക്കെ മുഴുവനായിട്ടും എനിക്ക് അധീനമാണ്. അതുപോലെ തന്നെ ദേവേന്ദ്രൻ്റെ വാഹനമായ ഐരാവതം എന്നാൽ ഹരിക്കപ്പെട്ടു. ഞാൻ അതൊക്കെ അപഹരിച്ചിരിക്കുകയാണ്. പാലാഴി മദനത്തിൽ നിന്ന് ഉണ്ടായ ഔച്ചൈസ്രവസ് എന്ന പേരോട് കൂടിയ അശ്വരത്നം ആ ദേവന്മാരാൽ എനിക്ക് എന്നെ നമസ്കരിച്ച് എനിക്ക് സമർപ്പിക്കപ്പെട്ടു. അപ്പോൾ ഈ ഞാൻ ആരാണ്? അലയോ സുന്ദരി, ഈ ദേവന്മാരിലും ഗന്ധർവന്മാരിലും നാഗങ്ങളിലും ഇവരുടെയൊക്കെ ലോകത്ത് എത്രയെത്ര രത്നങ്ങളുണ്ടോ, എന്തൊക്കെ ഉണ്ടോ, അതെല്ലാം ഇപ്പോൾ എന്നിലാണ്. എല്ലാറ്റിൻ്റെയും അധിപതി ഞാനാണ്. ഇനി എന്തിന് ദേവിയുടെ അടുത്തേക്ക് വന്നു എന്ന് പറയുന്നു. ദേവി, ഈ ഭൂലോകത്തിൽ ഈ 3 ലോകത്തിലും സ്ത്രീ ജാതിയിൽ നിന്നെ ഏറ്റവും ഉത്കൃഷ്ടയായിട്ട് ഞങ്ങൾ വിചാരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ രത്നങ്ങൾ മാത്രമേ അനുഭവിക്കാറുള്ളൂ. എന്നുവെച്ചാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് മാത്രമേ ഞങ്ങൾ സ്വീകരിക്കാറുള്ളൂ. അതുകൊണ്ട് ഈ 3 ലോകത്തിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സ്ത്രീരത്നമായിരിക്കുന്ന നീ ഞങ്ങളുടെ അടുത്തേക്ക് വരിക, ഞങ്ങളെ സ്വീകരിക്കുക. ഇത് നിനക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരമാണ്. അല്ലയോ ചഞ്ചലമായ കടക്കണ്ണോടു കൂടിയവളെ, അങ്ങനെയുള്ള അല്ലയോ സുന്ദരി,
നീ ഇപ്പോൾ സ്ത്രീകളിൽ ശ്രേഷ്ഠതയാണ് എന്നതിനാൽ എന്നെ സ്വീകരിക്കാനുള്ള നിന്റെ അർഹത അതാണ്. അതുകൊണ്ട് എന്നെയോ ഇനി എൻ്റെ അനുജനും ഒട്ടും മോശമല്ല, മഹാപരാക്രമിയാണ്. എൻ്റെ അനുജൻ നിശുംഭനെയോ നീ സ്വീകരിച്ചാലും ഞങ്ങളെ സ്വീകരിച്ചാലുണ്ടാകുന്ന ആ ഐശ്വര്യത്തെക്കുറിച്ച് ഒന്ന് പ്രലോഭിപ്പിക്കുകയാണ്. ഇനി നീ എന്നെ സ്വീകരിച്ച് എൻ്റെ പത്നിയായി തീരുകയാണെങ്കിൽ തുലനം ചെയ്യാൻ സാധിക്കാത്ത അത്രയും ശ്രേഷ്ഠമായ ഐശ്വര്യത്തെ അനുഭവിച്ചു കൊണ്ട് നിനക്ക് രാജ്ഞിയായിട്ട് വാഴാം. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതിന് നിനക്ക് സൗന്ദര്യം മാത്രമല്ല നല്ല ബുദ്ധിയും ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നന്നായി ആലോചിച്ചിട്ട് എൻ്റെ ഭാര്യാപദത്തെ സ്വീകരിച്ചാലും. ഇനി സുമേധസ് മഹർഷി പറയുകയാണ്, ദുർഗ വളരെ ബുദ്ധിമുട്ടി മാത്രം പ്രാപിക്കാൻ സാധിക്കുന്ന ഭഗവതി, എല്ലാ ഐശ്വര്യങ്ങൾക്കും അധിഷ്ഠാനമായിരിക്കുന്ന ക്ഷേമസ്വരൂപിണിയായ ഏതൊരു ദേവിയിലാണോ യഥാർത്ഥത്തിൽ ഈ ജഗത്ത് ധരിക്കപ്പെട്ടിരിക്കുന്നത്, അപ്പോൾ ശുംഭനിശുംഭന്മാരുടേത് ആ മായയിൽ പെട്ടിട്ടുള്ള ഭ്രമമാണ്. യഥാർത്ഥത്തിൽ ദേവിയാണ് എല്ലാറ്റിനും അധിഷ്ഠാനം. അങ്ങനെയുള്ള ആ ദേവി അപ്പോൾ ഇപ്രകാരം പറയപ്പെട്ടവളായി. ഗൂഢമായിട്ട് ദേവി ഉള്ളിലൊന്ന് ചിരിച്ചുകൊണ്ട് ഇപ്രകാരം ആ ദൂതനോട് പറഞ്ഞു. ദേവി പറഞ്ഞു, നിന്നാൽ ഇപ്പോൾ എന്നോട് പറയപ്പെട്ടത് സത്യമാണ്. എനിക്കും അറിയാം, ഞാനും കേട്ടിട്ടുണ്ട്. നിന്നാൽ ഇല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ല. ഈ ശുംഭൻ 3 ലോകത്തിലും അധിപതി തന്നെയാണ്. നിശുംഭനെയും എനിക്കറിയാം. അങ്ങനെയുള്ളവൻ തന്നെയാണ് ഈ നിശുംഭനും. ഞാൻ സമ്മതിക്കുന്നു, ഞാനും അവരെ ആരാധിക്കുന്നു എന്ന മട്ടിലാണ് ദേവി പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ വാഗ്ദാനം എൻ്റെ ഒരു മഹാഭാഗ്യമാണ്. പക്ഷേ എന്ത് ചെയ്യാം? എന്നാൽ ഭർത്താവിനെ സ്വീകരിക്കുന്ന വിഷയത്തിൽ ഞാനൊരു പ്രതിജ്ഞ ചെയ്തു പോയി. അതിനെ ഞാൻ എങ്ങനെ ചെയ്യാതിരിക്കും? ദേവി പറയാണ്, പണ്ട് എൻ്റെ ആ പൊട്ട ബുദ്ധിക്ക് തോന്നിയതാണ്. ഇപ്പോൾ തോന്നുന്നു പ്രതിജ്ഞ ചെയ്യണ്ടായിരുന്നു എന്ന്. പക്ഷേ എന്ത് ചെയ്യാനാണ്? പ്രതിജ്ഞ ചെയ്തു പോയില്ലേ? ഇനി അത് കേട്ടാലും. എന്നോട് യുദ്ധം ചെയ്യണം. ആ യുദ്ധത്തിൽ യാതൊരുത്തൻ എന്നെ ജയിക്കുമോ? യാതൊരുത്തൻ ആരാണോ എൻ്റെ അഹങ്കാരത്തെ നശിപ്പിക്കുന്നത്? ഇപ്പോൾ ഞാൻ ബലവതിയാണ് എന്നൊരു അഹങ്കാരമുണ്ടെനിക്ക്. അപ്പോൾ എന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കുമ്പോൾ ആ അഹങ്കാരവും നശിക്കും. അങ്ങനെ എന്നെ തോൽപ്പിച്ച് എൻ്റെ അഹങ്കാരത്തെ നശിപ്പിക്കുന്നവൻ തീർച്ചയായും എനിക്ക് തുല്യനായിരിക്കും. അങ്ങനെ ഈ ലോകത്തിൽ ആരാണോ എനിക്ക് തുല്യനായിട്ട് വരുന്നത് അവനായിരിക്കും എൻ്റെ ഭർത്താവ്. ഇങ്ങനെ ഒരു പ്രതിജ്ഞ ചെയ്തു പോയി. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം അങ്ങോട്ട് പോയിട്ട് ഒന്ന് പറയുക ആ മഹാസുരൻ. അത് ഇനി ശുംഭനായാലും നിശുംഭനായാലും ആരായാലും എനിക്കിനി ഒരു പ്രശ്നവുമില്ല. ഇവിടെ വന്നുകൊള്ളൂ. എന്നിട്ട് എന്നെ ജയിച്ചിട്ട് അത് വളരെ നിഷ്പ്രയാസം സാധിക്കുമല്ലോ. കാരണം അവരിപ്പോൾ 3 ലോകത്തിനും ത്രിലോകാധിപതികളാണ്. അതുകൊണ്ട് തന്നെ അനായാസം അവർക്ക് എളുപ്പം എന്നെ പാണിഗ്രഹണം ചെയ്യട്ടെ. ഇനി എന്തിനാ കാലതാമസം? ഒന്ന് വേഗം പോയി പറയൂ. ഇതൊക്കെ കേട്ടപ്പോൾ ദൂതന് ദേഷ്യം വന്നു. ദൂതൻ പറഞ്ഞു, സുഗ്രീവൻ പറയാണ്, നീ അതിഗർവോടു കൂടിയവളാണ്. ഇപ്രകാരം എൻ്റെ മുൻപിൽ പറയരുത്. കാരണം നീ ആരോടാ സംസാരിക്കുന്നത് എന്ന് മറന്നുപോയി. ഈ 3 ലോകത്തിലും ഏതൊരു പുരുഷനാണ് ആ ശുംഭനിശുംഭൻ്റെ മുമ്പിൽ പോയി നിൽക്കാൻ ആർക്ക് ധൈര്യമുണ്ട്? നീ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? പിന്നെയാണോ ഒരു സ്ത്രീയായ നീ? അല്ലയോ ദേവി, എന്തിനാ ശുംഭനിശുംഭന്മാർ? ആ ശുംഭന്മാരുടെ ആ അനുചരന്മാരിൽ ഒരാൾ മതി. അവരോടുള്ള യുദ്ധത്തിൽ പോലും എല്ലാ ദേവന്മാരും നേരെ നോക്കി നിൽക്കാൻ പോലും അവർക്ക് സാധിക്കില്ല. എന്നിട്ടാണോ ഒരു ഏകയായിട്ടുള്ള ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സ്ത്രീ? പിന്നെ എന്ത് ചെയ്യാനാണ്? അബലയായിട്ടുള്ള സ്ത്രീയായ നീ? ഈ ശുംഭാദികളോടുള്ള യുദ്ധത്തിൽ ദേവേന്ദ്രൻ തുടങ്ങി എല്ലാ ദേവന്മാരും എതിർത്ത് നിൽക്കാൻ സാധിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ആ ശുംഭനിശുംഭന്മാരുടെ നേരെ അബലയായിട്ടുള്ള സ്ത്രീയായ നീ എങ്ങനെ പുറപ്പെടാനാണ് യുദ്ധത്തിനായി? എങ്ങനെ നീ അവരുടെ നേരെ പോയി നിൽക്കുന്നത്? എങ്ങനെയാണ് നീ? സുഗ്രീവൻ ക്ഷമയുടെ നെല്ലിപ്പലകയിൽ നിൽക്കുകയാണ്. എന്നിട്ട് പറയാണ്, അവരുടെ നേരെ ഒന്ന് നിൽക്കാൻ പോലും സാധിക്കാത്ത നീ ഇനി കൂടുതലൊന്നും പറയണ്ട. ഇപ്പോൾ ഞാൻ വന്ന് ഇതൊക്കെ പറഞ്ഞില്ലേ, അത് തന്നെ വലിയ കാര്യം എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് പുറപ്പെട്ടുകൊള്ളുക. ആ ശുംഭനിശുംഭന്മാരുടെ അടുത്തേക്ക് വേഗം പോയിക്കൊള്ളുക. അല്ലാതെ നിൻ്റെ തലമുടി പിടിച്ചു വലിച്ചിട്ട് നിൻ്റെ ആ മഹിമയെ ഇല്ലാതാക്കാൻ എന്നെക്കൊണ്ടത് ചെയ്യിക്കരുത്.
അതിന് നീ നിൽക്കരുത്. സുഗ്രീവൻ ഇത്രയൊക്കെ കോപാകുലനായിട്ടും ദേവി തൻ്റെ സൗമ്യഭാവത്തെ വിട്ടില്ല. അതേ സൗമ്യഭാവത്തോടുകൂടെ ദേവി പറയാണ്, ശുംഭനും നിശുംഭനും ബലമുള്ളവനും ഏറ്റവും വീര്യമുള്ളവനും ആകുന്നു. എനിക്കറിയാം, അത് സത്യമായിരിക്കും, ശരിയാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്? ഞാനൊരു പ്രതിജ്ഞ ചെയ്തു പോയി. അതാകട്ടെ പണ്ട് വേണ്ട വിധത്തിൽ ആലോചിച്ചില്ല. അതാ ഇപ്പോൾ പറ്റിയത്. ഞാൻ എന്ത് ചെയ്യും? ആ പ്രതിജ്ഞ ചെയ്യാതിരുന്നാൽ സത്യവിരോധം വരില്ലേ? ഞാൻ എന്ത് ചെയ്യും? എന്നിട്ട് ദേവി പറയുന്നു. അതുകൊണ്ട് ദേവി പറയാണ് ദൂതനോട്, നീ ഇപ്പോൾ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. എനിക്ക് എൻ്റെ പ്രതിജ്ഞ ചെയ്യാതിരിക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് നീ പോയിട്ട് എന്നാൽ ഇപ്പോൾ എന്താണോ പറയപ്പെട്ടത് ഇതെല്ലാം പറഞ്ഞ രീതിയിൽ തന്നെ അസുരനായ ശുംഭനോടും നിശുംഭനോടും പോയിട്ട് പറയൂ. എന്നിട്ട് അത് കേട്ടിട്ട് ആ ശുംഭനും എന്താണ് ഉചിതമായിട്ടുള്ളത് അതവർ ചെയ്യട്ടെ. ശുംഭൻ വീരശൂര പരാക്രമിയായിരിക്കും. പക്ഷേ എനിക്കുമില്ലേ എൻ്റേതായിട്ടുള്ള ചില നിബന്ധനകൾ. അത് പാലിക്കാൻ എനിക്കും അവകാശമുണ്ട്. ഇങ്ങനെയുള്ള ദേവിയുടെ ഈ വാക്കുകളോട് കൂടെയാണ് ഈ ഒരു അധ്യായം അവസാനിക്കുന്നത്. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ. ഈ പറഞ്ഞതത്രയും ആ രാധാകൃഷ്ണ പുണ്യപാദ പത്മ ചൈതന്യത്തിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.